നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ നമുക്ക് മാത്രമാണ് മുമ്പ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബ് തന്നിരുന്നത്. എന്നാൽ പുതിയൊരു ഫീച്ചർ അവർ റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും അവിടെ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിനകത്ത് നമുക്ക് ഇമേജ് പോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും പോസ്റ്റ് ചെയ്യാം. എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, അത് ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ആൾക്കാരും നമ്മുടെ ചാനലിൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്നാണ് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല, നേരെ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ചെന്ന് അവിടെ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു പോസ്റ്റ് എനിക്ക് മാത്രമല്ല കാണാൻ സാധിക്കുന്നത്, മറ്റ് വ്യൂവേഴ്സിനും കാണാൻ സാധിക്കും. അപ്പോൾ അവർക്കും റിപ്ലൈ തരാൻ സാധിക്കും, എനിക്കും റിപ്ലൈ തരാൻ സാധിക്കും. അപ്പോൾ പല ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ നിങ്ങളുടെ പോസ്റ്റിന് കീഴിൽ വരും. നിങ്ങൾക്ക് ടെക്സ്റ്റ് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇമേജ് മാത്രമായിട്ട് പോസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇമേജ് ആഡ് ചെയ്തിട്ട് അതിനടിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് മാത്രമല്ല റിപ്ലൈ ചെയ്യാൻ സാധിക്കുക, എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡൗട്ടുകൾ മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ ഇമേജും ടെക്സ്റ്റായിട്ട് ചോദിക്കാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഫിഷ് ടാങ്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ മീനുകളുടെ ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഇത് ഇപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് റോൾ ഔട്ട് ചെയ്തൊരു ഫീച്ചറാണ്. നമുക്ക് ഇന്നലെയാണ് അതിൻ്റെ ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ ഒരു ഫീച്ചർ ഇനേബിൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പലർക്കും പല സമയത്തായിട്ടാണ് ഈ ഫീച്ചർ ഇനേബിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോട്ടോസും ടെക്സ്റ്റും മാത്രമാണ് അലോ ചെയ്തിട്ടുള്ളത്. മറ്റ് ചാനലുകളുടെ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ചാനലുകളിൽ നിന്നുള്ള വീഡിയോകളുടെ ലിങ്കുകൾ, അതുപോലെ തന്നെ മറ്റ് ചാനലുകൾ ടാഗ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം യൂട്യൂബ് വിലക്കുന്നുണ്ട്. അതുകൊണ്ട് യൂട്യൂബ് ഈ ഒരു ഫീച്ചറിൽ അലോ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഈ ഒരു പുതിയ ഫീച്ചർ വളരെ അടിപൊളിയായിട്ട് നമുക്ക് തോന്നി. കാരണം പല ആൾക്കാരും നമ്മളോട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അത് ഓരോ വീഡിയോയുടെയും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കീഴിലൊക്കെ വന്നിട്ട് കമൻറ്റ് ചെയ്താണ് ചോദിക്കാറുള്ളത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി സെക്ഷൻ തന്നെ ഇനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു കമ്മ്യൂണിറ്റി സെക്ഷനിൽ വന്ന് ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിലുള്ള ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ അക്വേറിയത്തിനകത്ത് ഒരു ഓസ്കാറിന് എന്തെങ്കിലും സ്ട്രെസ് സംഭവിച്ചു, അല്ലെങ്കിൽ അത് സൈഡ് ചെരിഞ്ഞൊക്കെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ ഒരു കമ്മ്യൂണിറ്റി സെക്ഷനിൽ വന്ന് പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഇഷ്യൂ എന്താണ് എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മറ്റുള്ളവരും അവരുടെ അഭിപ്രായങ്ങൾ ആ ഒരു ഫിഷിനെ സംബന്ധിച്ച് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു സംഭവമാണ്. കാരണം നിങ്ങൾക്ക് ഉണ്ടായ ഒരു ഇഷ്യൂവിന് പല ആൾക്കാരും അതിനുള്ള പോംവഴികൾ പറഞ്ഞു തരാനായിട്ട് ഉണ്ടാവും. അതായത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിന് കുറേ ആൾക്കാർ അഭിപ്രായം പറയാനായിട്ട് ഉണ്ടാവും. അപ്പോൾ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതായത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണിറ്റി. ഈ ഒരു ഫീച്ചർ പ്രത്യേകിച്ച് ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഫീൽഡിൽ വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ യൂട്യൂബ് റോൾ ഔട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പുതിയ ഫീച്ചർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനായിട്ട് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി സെക്ഷൻ വിസിറ്റ് ചെയ്യുക.